പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹഫ്സത്ത് എന്നാണ് അവരുടെ പേര്. ശ്രീമതി ഹഫ്സത്ത്, കേൾക്കാമോ? കേൾക്കാം. അവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പം ഭൂമി കുലുക്കമെന്ന വിവരങ്ങൾ വരുന്നു. അങ്ങനെ വിവരങ്ങൾ വരുന്നു, അത് തന്നെ ഉള്ളൂ ഞങ്ങളുടെ അറിവ്. ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു കൃത്യമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ആധികാരികമായിട്ട് പറയാവുന്ന തരത്തില് ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. താങ്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? അവരുടെ വീട്ടില് ജർക്കിങ് ഫീൽ ചെയ്തു എന്ന് പറയുന്നു. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ വിട്ടിട്ടേ ഉള്ളൂ. നമുക്ക് കൃത്യമായ ഒരു വിവരം കിട്ടിയിട്ടില്ല. ഈ താങ്കൾ ഈ സമയത്ത് അമ്പലവയലിൽ ഉണ്ടായിരുന്നോ? ഞാൻ അമ്പലവയൽ ടൗണിൽ തന്നെ ഓഫീസിലുണ്ട്. ഇത് അമ്പലവയലല്ല, അത് ഈ പറഞ്ഞ നെന്മേനി പഞ്ചായത്ത് പരിധിക്കകത്താണ് ഇപ്പൊ കേട്ട സ്ഥിതിക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് കറക്റ്റ് ബോർഡർ കാര്യങ്ങളൊന്നും അറിയില്ല. ഏത് വീട്ടില് അമ്പലവയലിലാണോ? ബോർഡർ അമ്പുകുത്തി അടക്കൽ കൈപ്പൊക്കെ ബോർഡർ നെന്മേനി പഞ്ചായത്ത് പരിധിയിലാണ്. അമ്പലവയൽ ടൗണിന്റെ അടുത്ത് ദൂരമുണ്ട്. അപ്പൊ ഈ അമ്പലവയൽ എടക്കൽ GLP സ്കൂളൊക്കെ അതും നെന്മേനിയിലാണ്. ഇപ്പൊ വേറെ അവിടെ ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു ആ ഭാഗത്ത്? അല്ല, ഞാനിപ്പോ ഇവിടെ നമ്മുടെ കൃഷി ഓഫീസർ ഇവിടെയുള്ള കുറച്ച് ആളുകളൊക്കെ ആയിട്ട് നമ്മളിപ്പോ ഫോണിലൂടെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു ചോദിച്ചിട്ടും കൃത്യമായൊരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. കൃഷി ഓഫീസർ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അവര് ഈ ടൗണിലെ നമ്മുടെ RARSന്റെ ഫാമിൽ നിൽക്കുമ്പോ, നഴ്സറിയിൽ നിൽക്കുമ്പോ ഒരു ഇടി പെട്ടുന്നത് പോലെ ശബ്ദം ഫീൽ ചെയ്തു. അത് കൃഷി ഓഫീസർ നേരിട്ട് കേട്ടത്. അല്ലാതെ ബാക്കി അതിന്റെ അപ്പുറത്തേക്ക് വല്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. MLA യുടെ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഈ വിവരം തന്നെ ഫസ്റ്റിൽ അറിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തമായ ആധികാരികമായി പറയാവുന്ന തരത്തിൽ ഒരു വിവരവും MLA യുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നാണോ പറഞ്ഞത്? MLA യുടെ ഓഫീസിൽ ഇതേപോലെ ന്യൂസ് കേട്ടപ്പോ വിളിച്ചത്. ഇവിടെ എന്താ സംഭവം, എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചിട്ട് വിളിച്ചത്. നിങ്ങൾ വിളിച്ച പോലെ തന്നെ. ചില വീടിന്റെ മുകളിലൊക്കെ ഷീറ്റ് ഒക്കെ ഇളകി പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? അല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പൊ ആരെങ്കിലും പരിചയമുള്ള നമ്പറുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ സ്കൂളൊക്കെ നേരത്തെ വിട്ടിട്ടുണ്ടോ? എങ്ങനെ? സ്കൂളൊക്കെ നേരത്തെ വിട്ടിട്ടുണ്ടോ? അറിയില്ല, അതിനെ കുറിച്ച് അറിയില്ല മാഡം. അറിയില്ല അല്ലേ? ശരി ശരി, ഒന്ന് അന്വേഷിക്കട്ടെ. ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കോള് വരുന്നതുകൊണ്ട് നമുക്ക് ആരെയും വിളിച്ച് അന്വേഷിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ശരി ശരി, വളരെയധികം നന്ദി. എന്തായാലും താങ്കൾക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതുണ്ട്, സ്വാഭാവികമാണ്.